ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ലോസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 2ൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമിൻ ദ ടാക്സ് ലയബിലിറ്റി ഓഫ് അസസി. ഒരു അസസിയുടെ ടാക്സ് ലയബിലിറ്റി കാണുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്ത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുക എന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇത് എന്താണെന്ന് വെച്ചാൽ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ അസസി ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ അയാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണു, അതിനെ ബേസ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഫോർ ദ പർപ്പസ് ഓഫ് ചാർജിങ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ടാക്സബിൾ പേഴ്സൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. അപ്പോൾ ഇൻകം ടാക്സ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സബിൾ പേഴ്സണെ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സെക്ഷൻ 6 ആണ് പഠിക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 6 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കി വയ്ക്കുക മാത്രമല്ല, നമ്മൾ ഇത് അതേപോലെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നന്നായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ബേസ്. ഇത് കറക്റ്റായിട്ട് എഴുതി പഠിച്ച് വെക്കുക കേട്ടോ. മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമുക്ക് കിട്ടില്ല, ഇതിൻ്റെ കീവേഡ്സൊക്കെ നമുക്ക് മിസ്സായി പോവും. അതുകൊണ്ട് നന്നായി എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കാം. ബേസിക് കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. എത്ര ദിവസം? കഴിഞ്ഞ വർഷത്തിൽ പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓർ, ഇവിടെ ഓറാണ് കേട്ടോ. ഓറും ആൻഡൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, അത് അങ്ങോട്ട് തെറ്റിപ്പോരുത്. ഓറാണ്, ഓർ കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഓർ ദ അസസി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ. ഇപ്പോൾ 182 days ഇല്ല, കുഴപ്പമില്ല. 60 days ഉണ്ടോ? അത് മതി. അസസി ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ. 60 ദിവസം അതിലധികമുണ്ട്. കൂടാതെ ആൻഡ്, കൂടാതെ എന്തുകൂടി വേണം? ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 365 days ഓർ മോർ ഡ്യൂറിങ് ദി 4 years പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ 60 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എന്തും കൂടി വേണം, അതിൻ്റെ തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം വേണം. കഴിഞ്ഞ വർഷത്തിൽ 182 days ഉണ്ടോയെന്ന് ആദ്യം നമ്മൾ നോക്കും. ഓക്കെ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസിക് കണ്ടീഷൻസ് ഒന്ന് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി കഴിഞ്ഞ വർഷത്തിൽ 182 ദിവസം ഇല്ല, കുഴപ്പമില്ല. 60 ദിവസം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ 60 ദിവസം ഉണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി അതിനൊപ്പം നോക്കും. എന്താ? അതിൻ്റെ മുന്നത്തെ 4 വർഷത്തിൽ 365 days ഉണ്ടോ നോക്കും. ഓക്കെ, അപ്പോൾ ഒരാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? ഒന്നെങ്കിൽ പ്രീവിയസ് ഇയറിൽ 182 days ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഓർ 60 days ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ 4 വർഷം പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. നമുക്ക് ഷോർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ 182 days ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ ആണ്, ഓർ 60 days ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ പ്ലസ് 365 days ഓർ മോർ പ്രൊസീഡിങ് പ്രീവിയസ് ഇയർ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കാം. പക്ഷേ എക്സാമിന് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയും പഠിച്ചു വയ്ക്കുക, ഈ ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിച്ചു വയ്ക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ച 60 days ഉണ്ടല്ലോ, ഈ 60 daysന് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് 182 days. അപ്പോൾ ചില കേസിൽ ഈ 60 days നമ്മൾ നോക്കുന്നില്ല, പകരം എന്താണ് നോക്കുന്നത്? 182 days തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതൊക്കെ കേസിലാണ് 60 days നോക്കുന്നത്, ഏതൊക്കെ കേസിലാണ് 182 days നോക്കുന്നത് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ മനസ്സിലാക്കി വയ്ക്കുക, എഴുതി വയ്ക്കുക, നന്നായി പഠിക്കുക കേട്ടോ. 60 days mentioned above shall be extended to 182 days in the following cases. അപ്പോൾ താഴെ പറയുന്ന കേസിലാണ് നമ്മൾ ഇത് നോക്കുന്നത്, ഈ 60 days മാറിയിട്ട് 182 days നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ആരാണ്? ഇന്ത്യയുടെ സിറ്റിസൺ. ഹു ലീവ്സ് ഇന്ത്യ ഇൻ എനി പ്രീവിയസ് ഇയർ ആസ് എ മെമ്പർ ഓഫ് ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ്. ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ മെമ്പറായിട്ട് ഇയാൾ ഇന്ത്യ വിട്ട് പോവാണ്. ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇയാൾ ഇന്ത്യ വിട്ട് പോവാണ്. എപ്പോൾ?
ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ മെമ്പറായിട്ട്. ഓർ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓറും ആൻഡിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതും എഴുതുന്നതും തെറ്റിപ്പോവും. ഓക്കെ, ഓർ അല്ലെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെങ്കിലോ എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പോവാണ് ആര്? ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, എന്നിട്ട് പറഞ്ഞ മക്കളെ, ഇന്ത്യൻ സിറ്റിസണ് ഇന്ത്യ വിടാണ്. രണ്ട് കേസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ മെമ്പറായിട്ട്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ 60 ഡേയ്സ് നമ്മൾ നോക്കുന്നില്ല, പകരം 182 ഡേയ്സ് മാത്രമാണ് നോക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇൻ കേസ് ഓഫ് എ ഇൻഡിവിജ്വൽ ബീങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ കം ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഇൻ എ പ്രീവിയസ് ഇയർ. ഒന്നെങ്കിൽ ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഒറിജിനോ ഇന്ത്യയിലേക്ക് വരാണ്. എന്തിന്? ഇന്ത്യ കാണാനായിട്ട്. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് നോക്കുന്നുള്ളൂ? ഈ 60 ഡേയ്സ് മാറ്റിയിട്ട് 182 ഡേയ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. നമ്മൾ ബേസിക് കണ്ടീഷനിൽ പഠിച്ചിട്ടില്ല. ഈ 60 ഡേയ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് 182 ഡേയ്സ് ആക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ്? ഇന്ത്യൻ ഷിപ്പിൽ ക്രൂ മെമ്പറായിട്ട് പോകുന്ന ഇന്ത്യൻ സിറ്റിസണ്, അല്ലെങ്കിൽ പുറത്ത് എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പോകുന്ന ഇന്ത്യൻ സിറ്റിസണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഒറിജിനോ ഇന്ത്യയിലേക്ക് വിസിറ്റ് വരാണ്. അങ്ങനെയാണെങ്കിൽ 60 ഡേയ്സ് മാറ്റിയിട്ട് 182 ഡേയ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് മക്കൾ നമ്മൾ ഈ ബേസിക് കണ്ടീഷൻ പഠിച്ചേ? ബേസിക് കണ്ടീഷൻ നമ്മൾ പഠിച്ചത് ഈ അസസി റെസിഡൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബേസിക് കണ്ടീഷൻ പഠിച്ചത്? അസസി റെസിഡൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക് കണ്ടീഷൻ പഠിച്ചത്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആരാണ്? റെസിഡൻ്റ് ആണ്. അയാൾ ആരാണ്? റെസിഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ അസസീനെ തിരിച്ചിട്ടുണ്ടെന്നല്ലേ. 3 കാറ്റഗറീസിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം, റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. അപ്പോൾ ഒരാൾ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? ബേസിക് കണ്ടീഷൻ പഠിച്ചത്. ബേസിക് കണ്ടീഷൻ നോക്കിയിട്ട് അയാൾ റെസിഡൻ്റ് ആണ് എന്നറിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് പോകണ്ടോ? ഇയാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നറിയാൻ പോകണ്ടോ? ആദ്യം എന്താ അറിയണ്ടേ? ഇയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? ബേസിക് കണ്ടീഷൻ പഠിച്ചത്. A person who satisfy any one of the basic conditions mentioned above is resident in India. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് റെസിഡൻറ്റ്. ബട്ട് ടു ഡിറ്റർമിൻ വെദർ ദ പേഴ്സൺ ഈസ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ or resident but not ordinarily resident in India, the following additional conditions are to be considered. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ബേസിക് കണ്ടീഷൻ പഠിച്ചത്? ആൾ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. റെസിഡൻ്റ് ആണോ അല്ലയോ എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻസ് ഉണ്ട്. എന്ത്? അയാൾ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ, അയാൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത കണ്ടീഷൻസ് പഠിക്കണം. എന്ത്? അഡീഷണൽ കണ്ടീഷൻസ് പഠിക്കണം. അഡീഷണൽ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം അല്ലേ. ദ അസസി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. അസസി പ്രീവിയസ് ഇയറിൻ്റെ പ്രിസീഡിങ് 10 ഇയേഴ്സിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞേ, അസസി പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടു മുന്നുള്ള 10 വർഷത്തിൽ 2 വർഷം ആരായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് എപ്പോഴാവാം? റെസിഡൻ്റ് ആവണമെങ്കിൽ എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സിമ്പിളല്ലേ? അസസി തൊട്ടു മുന്നത്തെ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ആരായാൽ മതി? റെസിഡൻ്റ് ആയാൽ മതി. അപ്പോൾ എങ്ങനെ റെസിഡൻ്റ് ആണോ നോക്കാം? എനി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് അത് മാത്രം പോരാ, 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയാൽ പോരാ, പിന്നെ എന്തും കൂടി നോക്കണം. അടുത്ത കണ്ടീഷൻ പറയുന്നുണ്ട്, ദ അസസി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ ദ പീരീഡ് ഓഫ് 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ 7 ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടു മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. സിമ്പിൾ. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടു മുന്നുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായാൽ മതി. നമ്മുടെ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. 10 വർഷത്തിൽ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ടു മുന്നത്തെ
10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം ആരായ മതി? റെസിഡൻ്റ് ആവണം. ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആവണം. ഇപ്പോൾ 2 വർഷം റെസിഡൻ്റ് ആയി നിൽക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷണൽ കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ 7 വർഷം ഉണ്ടല്ലോ, 7 വർഷത്തിൽ ഏതെങ്കിലും ഇയറിൽ തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ എപ്പോഴെങ്കിലും ഒരു 730 ദിവസം ഇന്ത്യയിലുണ്ടായാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഒരു 60 ദിവസം എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ 7 വർഷം ഉണ്ടല്ലോ, 7 വർഷത്തിൽ മൊത്തം 730 ദിവസം ഇന്ത്യയിലുണ്ടായാൽ മതി. അപ്പോൾ നമ്മുടെ 2 അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, എന്താ പറഞ്ഞത്? തൊട്ട് മുന്നത്തെ 10 വർഷത്തിൽ 2 വർഷം ആരായിരിക്കണം? റെസിഡൻ്റ് ആവണം. അതുപോലെ തന്നെ തൊട്ട് മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരായി? അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ അസസിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനായിട്ട് ആൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കണം. ആൾ റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബേസിക് കണ്ടീഷൻ 2 ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ ആരാണ്? റെസിഡൻ്റ് ആണ്. ഇനി റെസിഡൻ്റ് ആയ ആളെ നമ്മൾ വീണ്ടും തരംതിരിക്കുകയാണ്. ആരാ? റെസിഡൻറ്റ് ഓർഡിനറിലി റെസിഡൻറ്റ്, ROR, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, RNOR. ഇങ്ങനെ നമ്മൾ 2ആയി തരംതിരിക്കുകയാണ്. ഈ തരംതിരിവ് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻസ് നോക്കണം? അഡീഷണൽ കണ്ടീഷൻസ് നോക്കണം. അഡീഷണൽ കണ്ടീഷൻസ് എങ്ങനെയാണ് നോക്കുക? അസസി തൊട്ടു മുന്നത്തെ 10 വർഷത്തിൽ ഏതെങ്കിലും 2 വർഷം റെസിഡൻ്റ് ആവുകയോ തൊട്ടു മുന്നത്തെ 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ അസസി സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് പറയുന്നത്. അസസി RORും RNOR ആണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അഡീഷണൽ കണ്ടീഷൻ 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത ആൾ ആരാണ്? റെസിഡൻറ്റ് ഓർഡിനറി റെസിഡൻറ്റ്. ഇനി 2 കണ്ടീഷൻസും ആൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആൾ ആരാണ്? റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. An assessee satisfying any one of the basic condition and both the additional condition is called resident and ordinarily resident in India for the previous year. Assessee resident and ordinarily resident ROR ആവണമെങ്കിൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ അഡീഷണൽ കണ്ടീഷൻസ് 2ഉം സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അഡീഷണൽ കണ്ടീഷനിൽ 2ഉം സാറ്റിസ്ഫൈ ചെയ്താലാണ് ആളാരാവുള്ളൂ? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവുന്നുള്ളൂ. ഇനി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലോ? എൻ അസസി സാറ്റിസ്ഫൈയിങ് എനി വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ബട്ട് നോട്ട് സാറ്റിസ്ഫൈയിങ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ ഈസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ. In other words, if a resident person satisfy only one additional condition, he will be not ordinary resident. അപ്പോൾ എന്താ പറഞ്ഞത്? ഇയാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ അഡീഷണൽ കണ്ടീഷനിൽ 2 കണ്ടീഷൻ ഉണ്ടല്ലോ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താലും ആൾ ആരെന്നെ ആവുള്ളൂ? RNOR ആവുള്ളൂ. 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ആൾ ആരാവുന്നുള്ളൂ? ROR ആവുന്നുള്ളൂ. ഇതിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ല, എന്നാലും RNOR ആണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്തു, ഇത് ചെയ്തില്ല, അപ്പോഴും ആരാണ്? RNOR ആണ്. 2 കണ്ടീഷൻസും 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ROR ആവുന്നുള്ളൂ. നോൺ റെസിഡൻറ്റോ? എൻ അസസി സാറ്റിസ്ഫൈയിങ് നൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ. ബേസിക് കണ്ടീഷനിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിലോ ആളാരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഇത്രയോ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് ഇതേപോലെ പഠിച്ച് വയ്ക്കുക. ഇതേപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ആയിട്ട് പോകുന്നുള്ളൂ. ഒരു അസസി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നമ്മൾ ആദ്യം നോക്കും. റെസിഡൻ്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷൻസ് നോക്കും. ബേസിക് കണ്ടീഷൻ 2 കണ്ടീഷൻസ് ഉണ്ട്. 182 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയറും 60 ഡേയ്സ്
ഓർ 365 ഡേയ്സ് ഫോർ പ്രീവിയസ് ഇയറിലും ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളാരാണ്? റെസിഡൻ്റ് ആണ്. ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇനി റെസിഡൻ്റ് ആയ ആൾ ROR ആണോ RNOR ആണോ നോക്കും. എങ്ങനെയാണ് നമ്മൾ അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ബോത്ത് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ROR ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണെങ്കിലും RNOR ആണ്. രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഒരെണ്ണം മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ എങ്കിലും ആളാരാണ്? RNOR ആണ്. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് 10 ഇയേഴ്സിൽ 2 വർഷം റെസിഡൻ്റ് ആവുക, അതായത് ബേസിക് കണ്ടീഷൻസ് നോക്കണം. പിന്നെയോ 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കറക്റ്റായിട്ട് പഠിച്ചേക്കുക, എഴുതി പഠിച്ചേക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.